ബഹിരാകാശ പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് ലോകരാഷ്ട്രങ്ങൾ. ചന്ദ്രനിലേക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറുള്ളതെങ്കിലും മറ്റൊരു സ്ഥലം കൂടി അവരുടെ ലക്ഷ്യത്തിലുണ്ട്. അത് ചൊവ്വയാണ്. ഇപ്പോഴിതാ ഒരു 4 മനുഷ്യർ ചൊവ്വയിൽ താമസിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത്. ചൊവ്വയിലോ താമസിക്കാനോ മനുഷ്യരോ? ക്യൂരിയസ്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ പ്ലേസ്. നമുക്കറിയാം, ബഹിരാകാശ പഠനത്തിൻ്റെ ഭാഗമായി പല പരീക്ഷണങ്ങളും ഭൂമിയിൽ നടക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു പരീക്ഷണമാണ് ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. അതായത് ചൊവ്വയിൽ 4 മനുഷ്യർ താമസിക്കാൻ പോകുന്നു എന്ന് നാസ പറയുന്നത് യഥാർത്ഥ ചൊവ്വയിലല്ല, അത് ഭൂമിയിലെ ചൊവ്വയിലാണ്. ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ അനലോഗ് ഹിറ എന്ന ദൗത്യത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിന് സമാനമായ രീതിയിൽ കൃത്രിമമായി ഭൂമിയിൽ അതേ സാഹചര്യം, അതേ അന്തരീക്ഷം ഒരുക്കി അവിടെയാണ് ഈ പരീക്ഷണം നാസ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ 4 മനുഷ്യർ 45 ദിവസം ചൊവ്വയിലെ അന്തരീക്ഷത്തിന് സമാനമായ അവിടെ 45 ദിവസം ഈ മനുഷ്യരെ നിർത്തിക്കൊണ്ട് നാസ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നത്. നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഈ സംവിധാനം ഒരുക്കുക. ജേസൺ ലീ, സ്റ്റെഫനി നവാരോ, ഷരീഫ് അൽ റമൈത്തി, പിയുമി വിജയശേഖര എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുക. മെയ് 10 ആരംഭിക്കുന്ന ദൗത്യം ജൂൺ 24 വരെ നീളും. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ബഹിരാകാശ സഞ്ചാരികളെ അയക്കുന്നതിനു മുമ്പ് അവരെ ഒറ്റപ്പെടൽ, ഏകാന്തവാസം, വിദൂര സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഭൂമിയിൽ വെച്ച് നടത്തുന്നത്. ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി ഒരുക്കുകയും അവിടെ ഈ 4 സംഘം 45 ദിവസം താമസിക്കുകയും ചെയ്യും. ചൊവ്വ ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിന് സമാനമായി ഇവർ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ഇവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നടക്കുകയും ചെയ്യും. ഭൂമിയുമായുള്ള ആശയവിനിമയത്തിനുള്ള കാലതാമസവും ഇവിടെ കൃത്രിമമായി ഒരുക്കും. എന്തായാലും നാസയ്ക്കും ഹിര ദൗത്യത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ വിനേഷ്. മറ്റൊരു കണ്ടന്റുമായി കാണുന്നതുവരെ ബൈ.